വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിലെ +1 അലോട്ട്മെന്റ് എല്ലാ പ്രിയ വിദ്യാർത്ഥികളും തന്നെ കാത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അലോട്ട്മെന്റാണ് തേർഡ് അലോട്ട്മെന്റ്. പിന്നെ ഏറ്റവും അധികം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റ് തന്നെയാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന ഒരു അലോട്ട്മെന്റാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഒക്കെ ഇഷ്ടമില്ലാത്ത സ്കൂളും ഇഷ്ടമില്ലാത്ത കോഴ്സും ഒക്കെ കിട്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ കിട്ടാത്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള അലോട്ട്മെന്റാണ് തേർഡ് അലോട്ട്മെന്റ്. എന്താണ് അതിന് കാരണം എന്നുള്ളത് ഞാൻ തന്നെ വ്യക്തമാക്കി പറയാം. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചൊരു പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഫസ്റ്റ് സീറ്റ് കിട്ടിയില്ല, സെക്കൻഡിലും സീറ്റ് കിട്ടിയില്ല, ഇനി ഞാൻ എന്താക്കും, തേർഡിലും കൂടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ലേ, എന്താണ് തേർഡിലെങ്കിലും എനിക്ക് കിട്ടും. ഒരുപാട് വിദ്യാർത്ഥികളാണ് പരാതി പറയുന്നത്. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോടും പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തേർഡിലാണ് കിട്ടിയത്. സത്യം, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് ട്രയലിൽ സീറ്റ് കിട്ടിയിരുന്നില്ല. ഞാൻ 2022-24 ബാച്ചാണ്. 2022 പ്രവേശനം നേടി 2024 +2 പാസ്സായി ഇറങ്ങി. എനിക്ക് ട്രയലിൽ സീറ്റ് കിട്ടിയിരുന്നില്ല, ഫസ്റ്റിലും സീറ്റ് കിട്ടിയിരുന്നില്ല, സെക്കൻഡിലും എനിക്ക് സീറ്റ് കിട്ടിയിരുന്നില്ല. എനിക്ക് തേർഡിലാണ് സീറ്റ് കിട്ടിയത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളും കിട്ടി, ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടി. തീർച്ചയായും വിദ്യാർത്ഥികൾ പറഞ്ഞത് കിട്ടാതിരിക്കുന്നവർ വിഷമിക്കണ്ട, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിയ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്ന ഞാൻ തന്നെ ഉദാഹരണമാണ്. അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് കാണിക്കിട്ടിയത്. അന്ന് പ്രിന്റ് എടുത്ത് സ്കൂളിൽ കൊടുത്തു. വേറെ അന്ന് കോപ്പി ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്ലൂ പ്രിന്റ് സഹിതം ഞാൻ കാണിച്ചേനെ. ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് കിട്ടാതിരിക്കുമോ എന്നൊക്കെ. ഇനിയിപ്പം ഇൻ കേസ് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിലോ, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്, ടെൻഷൻ ആവേണ്ട ആരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് പേഴ്സണലി തേർഡ് അലോട്ട്മെന്റ് ഇഷ്ടമാണ്. പിന്നെ ഈ തേർഡ് അലോട്ട്മെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയൊരു കുട്ടിക്ക് പെർമനന്റ് അഡ്മിഷനും എടുക്കാം, ടെമ്പററി അഡ്മിഷനും എടുക്കാം. പെർമനൻ്റോ ടെമ്പററി എടുക്കാം. അപ്പോൾ ഈ ടെമ്പററി എടുത്ത് സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികളാണ്. സെക്കൻഡിലും ഇഷ്ടമില്ലാത്ത സ്കൂളും കോഴ്സും കിട്ടി ടെമ്പററി എടുത്ത് വെയിറ്റ് ആക്കുന്നവരുണ്ടാവും. എന്നാൽ തേർഡിൽ നിങ്ങൾക്ക് ആ പണി നടക്കൂല. ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും എന്ത് ചെയ്യണം, പെർമനൻ്റ് ആണ്, ടെമ്പററി ഒട്ടുമില്ല. തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായാലും ഇഷ്ടമില്ലാത്തതായാലും എല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പെർമനൻ്റ് ആക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ്. നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വരും, hscap.kerala.gov.in. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വരും. ജൂൺ 27-നാണ് തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ജൂൺ 27-ന് പ്രസിദ്ധീകരിക്കും. ജൂൺ 29 മുതലാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ആരംഭിക്കുക. അപ്പോൾ അതിൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റും നൽകി ലോഗിൻ ചെയ്യുക, ജില്ല നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെന്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ്. സോറി, യു ഹാവ് നോ അലോട്ട്മെന്റ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല. അങ്ങനെയാണ് പരിശോധിക്കുക. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ മിസ്ക് കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.